നമുക്ക് കെറ്റിൽ കുറച്ച് ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ട് കുറച്ച് പാസ്ത ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിനായി തന്നെ കെറ്റിലെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും കുറച്ച് വെജീസ് ആയിട്ട് കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് മസാലയായിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലി സോസും പിന്നെ അതുപോലെ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാവേ. സോസും മസാലയൊക്കെ സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ എൻ്റെ റെസിപ്പീസാണ്, പക്ഷെ കൊള്ളായിരുന്നു, കിടിലയച്ചായിരുന്നേ. കെറ്റിലിൽ ഈ ടൈപ്പ് പാസ്ത ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിക്കോ, മസ്റ്റ് ട്രൈ ആയിട്ടാണ്.